കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ എക്സ്റേ ഫിലിം തീർന്നതായി പരാതി. ആശുപത്രിയിൽ രോഗികൾ പ്രതിഷേധിക്കുകയാണ്. ഫിലിം ഇല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായി രോഗികൾ ആരോപിക്കുന്നു. രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ 15 ദിവസമായി കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ എക്സ്റേ ഫിലിം ഇല്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്ന് ആ വിവരം തിരക്കിയതുമാണ്. അതിനിടയിലാണ് സൂപ്രണ്ട് പറഞ്ഞത് ഈ ഫിലിമിന്റെ പ്രശ്നം പരിഹരിച്ചു, ഇപ്പോൾ നിലവിൽ എക്സ്റേ എടുക്കുന്നതിന് പ്രശ്നങ്ങളില്ല എന്ന് കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നതോടെയായിരുന്നു നമ്മൾ അന്ന് മടങ്ങിയത്. പക്ഷേ ഇന്ന് വീണ്ടും പ്രതിഷേധവുമായി രോഗികൾ എത്തുകയാണ്. ഇന്ന് രാവിലെ എക്സ്റേ എടുക്കാൻ വന്ന ആളുകളാണ് ഫിലിം ഇല്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താണ് രാവിലെ എക്സ്റേ എടുക്കാൻ വന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ? അവർ എക്സ്റേ എടുക്കാൻ വന്നപ്പോ അവര് പറഞ്ഞ അവിടെ ഫിലിം തീർന്നെന്ന്. ഈ ഫിലിം തീർന്നു പറഞ്ഞാൽ ഇവർ കറക്റ്റ് പ്രോട്ടോകോൾ ഇല്ലാത്തോണ്ടല്ലേ. ഇപ്പൊ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെ ഏതെങ്കിലും ആയിക്കോട്ടെ, അവിടെ ഒരു സ്റ്റോക്ക് തലേന്ന് തീരാൻ നേരത്തെ ഒരു കൗണ്ടിങ്ങോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഇതുണ്ട്. അതുപോലും ഇവിടെ കാണിക്കാതെ പിന്നെ ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവിടെ വരുന്നത്? ഒരു ഡോക്ടേഴ്സ് അങ്ങോട്ട് വിട്ടതിന് അവരെന്താ അറിയോ, നമ്മൾ എന്താ പെർഫെക്റ്റ് ആണോ അല്ലേന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുപോലും ഇല്ലാണ്ട് ഞങ്ങൾ എന്ത് ഇതിലാണ് ഡോക്ടറെ കൊണ്ട് ചെല്ലുക? ഇവിടെ ഹോസ്പിറ്റൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഞങ്ങൾ കുറച്ച് ഡീസന്റ് ആയതുകൊണ്ടാ. എന്താ വെച്ചാല് അവിടെ ഡ്യൂട്ടിയുള്ള ഡോക്ടർമാരെ തടസ്സപ്പെടുത്താണ്ട് ഞങ്ങൾ സൂപ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു 15 ദിവസത്തെ ലീവിന് പോയി. എന്താ വീഗാലാൻഡ് ടൂർ പോയതാ? ഒരു ജനങ്ങളെ സംരക്ഷിക്കുന്ന നേരം കൊണ്ട് ഇവര് ഇവിടെ ഇങ്ങനെ ലീവ് എടുത്ത് പോവല് ഇതൊക്കെ തന്നെയാണ്. എന്ത് മാസാവസാനം കൈ കിട്ടണ്ട്. പക്ഷെ ജനങ്ങൾ ഡെയിലി വരുമ്പോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ടല്ലേ വരുന്നത്. എങ്ങനെയാണ് ജനങ്ങൾ അത്ര സെക്യൂർ അല്ല. ഫിലിം തീർന്ന് പുറത്തുനിന്ന് എടുക്കാൻ പറഞ്ഞു. എന്താ അവരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും മാന്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തീർന്നു പോയി, തൽക്കാലം നിങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് എടുത്ത് വന്ന് ഇവിടെ കാണിച്ചോളി. അതുപോലും പറയാനുള്ള സാമാന്യ വിവരമില്ല ഇവിടെ. അത് പറയാൻ കാരണം പറയില്ല. കുറെ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. പാവം പിടിച്ച അമ്മമാര്, കുട്ടികളൊക്കെ വേദന കൊണ്ട് സഹിച്ച് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് അവര് നമ്മൾ ശബ്ദം ഉണ്ടാക്കിയപ്പോ വേഗം പോലീസിനെ പറഞ്ഞാച്ച പോലീസ് പറയണം നിങ്ങൾ വീഡിയോ എടുക്കരുത്, നിങ്ങൾ ഇത് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്നാ നിങ്ങൾ പറയും. നമ്മൾ ഈ കുട്ടികളും അമ്മമാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കാത്തിക്കുക. എന്നാൽ ഡോക്ടറോട് ഞങ്ങൾക്ക് പുറത്തേക്ക് എഴുതി തരാൻ പറയും. ഡോക്ടർ എഴുതി തരണ ഹോസ്പിറ്റലിലെ ഷീറ്റിലേക്കാണ് നമ്മളൊക്കെ എഴുതി തരണേ. അവിടെ ചെന്നാലാണ് ഇവരിങ്ങനെ കാര്യങ്ങൾ പറയണേ. സൂപ്രണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ സൂപ്രണ്ട് 2 ആഴ്ച എവിടെ പോയിരിക്കുകയാണ്, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇത് ഒരാഴ്ചയിലധികമായി ഇവിടെ പുറത്തുനിന്ന് ഇപ്പൊ ആളുകൾ പറയുന്നത്. അപ്പൊ നമ്മളെന്താ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണോ ഡോക്ടേഴ്സ് ഇവരൊക്കെ ഇരിക്കുന്നത്? എന്നാ പിന്നെ ഇവിടെ അടക്കണ്ടവര്. കൂടാതെ തന്നെ ഞാൻ ഇതിന്റെ മേൽ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചപ്പോ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് പരാതി പറയാനാ പറഞ്ഞത്. ആരെ വിളിച്ചിട്ട് ഞങ്ങളെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞങ്ങൾ ഉടനെ അന്വേഷിച്ചോളാന്ന്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായി. ഒരു പ്രതികരണവും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴാ എമർജൻസിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളല്ല, ചില പഠിക്കാൻ വന്ന കുട്ടികളാ. എന്റെ ഈ ഇതിന്റെ ഉള്ളിൽ നീഡിൽ കയറ്റാൻ പോലും മര്യാദയ്ക്ക് അറിയില്ല. ആ കുട്ടീനെ വേണേ ഞാൻ കാണിച്ചുതരാ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ പഠിക്കാൻ വന്ന ഞാൻ പഠിക്കാം. അപ്പൊ അതിന്റെ കൂടെയുള്ള നേഴ്സ് പറയാണ് അല്ലല്ല ഇവിടുത്തെ സ്റ്റാഫാണ്. എന്താ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഉന്മേഷ്, അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ ആവശ്യത്തിന് മരുന്നില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കുറച്ച് രോഗികൾ കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. എന്താണ് നിലവിൽ രാവിലെ വന്നപ്പോൾ ഉണ്ടായ ഒരു? ഇവിടെ ജസ്റ്റ് എക്സ്റേക്ക് ഫിലിം ഇല്ല, ഒരു പോകുമ്പോഴത്തേന് ഫിലിം ഇല്ല എന്നാ പറയുന്നത്. ഇവിടെ ആണെങ്കിലും തന്നെ ഒരു ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഫിലിം ഇല്ല കാര്യങ്ങളെന്ന്. പക്ഷെ ഇത്രയും രോഗികൾ ഇവിടെ വെറുതെ നിൽക്കല്ലേ. ഒരെന്നാ പറയണോ, റെസ്പോണ്ട് ചെയ്യണോ? പക്ഷെ ഇവരാരും റെസ്പോണ്ട് ചെയ്യില്ല. ആ ഏട്ടൻ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ എത്തി. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. അതേപോലെ മരുന്നിൻ്റെതും അങ്ങനെ തന്നെ, എല്ലാ മരുന്നും പുറത്തേക്കാം. ഏറ്റവും വില കുറഞ്ഞ മരുന്നുകൾ മാത്രമേ ഇതിന്റെ ഉള്ളിലുള്ളൂ. ബാക്കിയെല്ലാം. ശരി രാഹുൽ, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ എക്സ്റേ ഫിലിം തീർന്നു എന്നാണ് പരാതി ഉയരുന്നത്. ഇപ്പോൾ രോഗികളും ബന്ധുക്കളും ഒക്കെ പ്രതികരിക്കുകയാണ്.